അപ്പോൾ നമ്മൾ ഇന്നൊരു റെസിൻ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ വെഡിങ് ഗാർലൻഡ് പ്രിസർവ് ചെയ്ത് വെക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 3 years ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രസ്സിങ് ബ്ലോക്ക് ആയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ മിക്സിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, ക്യൂറിങ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് റെസിൻ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പല ടൈപ്പ് റെസിൻ സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. UV റെസിൻ, എപ്പോക്സി റെസിൻ, അങ്ങനെയൊക്കെ. നമ്മളിവിടെ എപ്പോക്സി റെസിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോക്സി ഹാർഡനറും ആവശ്യമുണ്ട്. റേഷ്യോ 2:1 റേഷ്യോയുടെ റെസിൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ബബിൾ ബസ്റ്റർ സൊല്യൂഷൻ വേണം. ബബിൾസ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൊല്യൂഷൻ. പിന്നെ ഒരു സിലിക്കൺ ഹെക്സഗണൽ മോൾഡ് ആണ് എടുത്തിരിക്കുന്നത്. 8 inches ആണ് ഇതിന്റെ സൈസ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് റെസിനും ഹാർഡനറും മിക്സ് ചെയ്യാനായിട്ടൊരു മെഷറിംഗ് കപ്പും അതേപോലെ വുഡൻ സ്റ്റിക്സ് ആവശ്യമുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ റെസിൻ ഡീൽ ചെയ്യുമ്പോൾ ഗ്ലൗസ് എപ്പോഴും വെയർ ചെയ്തിരിക്കണം. അതുപോലെ മാസ്കും വെയർ ചെയ്തിരിക്കണം. അത് ഭയങ്കര ടോക്സിക് ഫ്യൂംസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ സ്കിന്നിൽ പറ്റിയാലും പോകാനൊക്കെ പാടാണ്. പിന്നെ നമ്മുടെ ഗാർലൻഡിൽ നിന്ന് റോസ് പെറ്റൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് ആണ്. അതേപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലവേഴ്സും ബീഡ്സും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിക്സിംഗ് പ്രോസസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ 2 parts ഓഫ് റെസിൻ ആണ് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ ഈ മിക്സിംഗ് കപ്പിലോട്ട് ഒഴിക്കണം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന മിക്സിംഗ് കപ്പിൽ കറക്റ്റ് മാർക്കിങ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ വേ ചെയ്തിട്ടൊന്നും അല്ല എടുത്തത്. അപ്പൊ കറക്റ്റ് നമ്മൾ ആ ലൈൻ വരുന്ന പോർഷൻ വരെ നമ്മുടെ റെസിൻ സൊല്യൂഷൻ ഒഴിച്ചാൽ മതി. ഇപ്പൊ റെസിൻ നമ്മൾ പോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാർഡനർ നമ്മുടെ മിക്സിംഗ് കപ്പിലേക്ക് ഒഴിക്കാം. അപ്പൊ നമ്മള് ഹാർഡനർ പോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിനും ഹാർഡനറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 7 minutes ടൈമർ വെക്കുന്നുണ്ട്. ഒരു 7 minutes ഒക്കെ എടുക്കുമ്പോൾ ഈ റെസിനും ഹാർഡനറും ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ആയി നമുക്കൊരു ക്ലിയർ സൊല്യൂഷൻ കിട്ടും. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നല്ല സ്ലോലി വേണം ചെയ്യാനായിട്ട്. അപ്പം ഒത്തിരി ബബിൾസ് ഒന്നും അങ്ങനെ ജനറേറ്റ് ചെയ്യത്തില്ല. പിന്നെ ഈ ക്ലൗഡിനെസ്സും ഹേസിനെസ്സും ഒക്കെ നല്ലപോലെ മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 minutes ആയപ്പോൾ സൊല്യൂഷൻ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 10 minute അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ബബിൾസ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പോപ്പായി പൊയ്ക്കോളൂ. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷൻ മോൾഡിലോട്ട് ഒഴിക്കാം. പോർ ചെയ്യുമ്പോൾ നമ്മൾ സ്ലോലി വേണം പോർ ചെയ്യാനായിട്ട്. ആദ്യം സെന്ററിലേക്ക് പോർ ചെയ്തിട്ട് പിന്നെ പയ്യെ സൈഡിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. എന്തെങ്കിലും ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അടിക്കുമ്പം അതങ്ങ് പൊയ്ക്കോളും. ഇനി നമുക്ക് നമ്മുടെ റോസ് പെറ്റൽസ് കുറച്ച് മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഓഫ് റെസിൻ നമ്മുടെ പെറ്റൽസിന്റെ മേലിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എലമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ എലമെന്റ്സും അറേഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ ഓഫ് റെസിൻ പോർ ചെയ്യാം. ഇനി നമുക്ക് അതൊരു 24 hours ക്യൂർ ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും നെയിംസും പിന്നെ നടുക്കൊരു ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് നമ്മുടെ റെസിന്റെ മേലിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ ഇതിന്റെ മീതെ കൂടെ ഒഴിക്കാം. അപ്പോൾ ഒരു 24 hours കഴിഞ്ഞപ്പോൾ നമ്മുടെ റെസിൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോൾഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ട് നമ്മുടെ സർഫസിൽ കുറച്ച് റിപ്പിൾസ് ഒക്കെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. റെസിന് ഫേവറബിൾ കുറച്ച് ചൂടുള്ള ടൈമാണ്. അപ്പൊ അത് ഡ്രൈയിങ് പ്രോസസ്സിൽ പറ്റിയതാണ് കുറച്ച് റിപ്പിൾസ് വന്നത് സർഫസിൽ. നമുക്ക് നമ്മുടെ വെഡിങ് ഗാർലൻഡ് പ്രിസർവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 24 hours കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നാളിന് ശേഷം ഇത് കാണുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡേയും അതിന്റെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരും. അപ്പൊ ഇതേപോലെ തന്നെ ബേബിയുടെ ഒരു ബേബി കീപ്സേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണത്, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ടൈം ബൈ.